الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. നോമ്പിൻ്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അവലംബിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ഹിഷാം ത്വാഹിരി ഹഫിദഹുല്ല നടത്തിയൊരു മുഹാദിറയുടെ അതുമായി അനുബന്ധമായുള്ള ചില കാര്യങ്ങളാണ്. ഷെയ്ഖ് അവർകളത് അതിൻ്റെ തഫ്രീഖ്, സംസാരത്തിൻ്റെ രൂപം അസ്വിയാമു ആദാബുൻ വ അഹ്കാമുൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഏത് കാര്യം അവനുണ്ടോ, അനിവാര്യമായും ചെയ്യേണ്ട ഏത് കാര്യങ്ങളുണ്ടോ അതിനെ കുറിച്ച് പഠിക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. നമസ്കാരമാണെങ്കിൽ നമസ്കാരം പഠിക്കണം. അതേപോലെ തന്നെ മറ്റേത് കർമ്മങ്ങളാകട്ടെ, ഒരാൾ കച്ചവടം ചെയ്യുകയാണ്, കച്ചവടത്തെ സംബന്ധിച്ച് പഠിക്കണം. സക്കാത്ത് കൊടുക്കാൻ ഒരാൾ അർഹനാണ്, എന്നാൽ സക്കാത്തിനെ കുറിച്ച് പഠിക്കണം. എന്ന പോലെ നോമ്പിനെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് നോമ്പ് നിർബന്ധമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിലേക്ക് അടുക്കുമ്പോൾ സാധാരണ രീതിയിൽ സലഫ് സ്വാലിഹുകൾ ഒരുങ്ങിത്തയ്യാറാകും അതിനു വേണ്ടി. അത് പ്രധാനമായും 3 രീതികളിലൂടെയാണ്. ഒന്ന്, ഷഅബാൻ മാസത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരു ഒരുക്കമുണ്ട്. റമദാനിൽ നോമ്പ് എളുപ്പമായി മാറാൻ വേണ്ടിയിട്ടാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു ഷഅബാൻ മാസത്തിൽ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതിക്കൊണ്ട് സലഫുകൾ റമദാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തലുണ്ട്. സലഫുകളിൽ ചിലർ അവരുടെ ജോലികൾ മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിരിക്കുമായിരുന്നു എന്നാണ്. റമദാനിന് മുന്നോടിയായിട്ട് ഷഅബാൻ മാസത്തിൽ, ഷഅബാൻ മാസം ഷഹറുൽ ഖുർആ, അത് ഖുർആകളുടെ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് എന്നെല്ലാം സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ഒരുങ്ങും. അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഹ്കാമുകൾ എന്ത് ചെയ്യുക, പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ശ്രമങ്ങൾ നടത്തുക. ഇത് നോമ്പിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ്. എന്നാലേ നോമ്പിനെ യഥാവിധം അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളെല്ലാം നോമ്പെടുക്കുന്നു, അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്ത് ചെയ്യുക, നോമ്പിനെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി നോമ്പെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മുഖദ്ദിമയിൽ ആമുഖമായി ഷെയ്ഖ് അവറുകൾ പറയുന്നത്. അതിനുശേഷം അസ്വിയാമു അഹ്കാമുൻ വ ആദാബുൻ, നോമ്പ് അതിന് ചില വിധികളും ചില മര്യാദകളുമുണ്ട്. അസ്വിയാമു ലൈസൽ മഖ്സൂദു മിൻഹു കമാ യഫഹമുഹു ബഅദുൻ നാസ് ഹുവ മുജറദുൽ ഇംസാകി അനിൽ മുഫ്തിറാത്തി മിൻ തുലൂഇൽ ഫജ്രി സ്വാദിഖ് ഇലാ ഗുറൂബി ശംസ്. നോമ്പെന്ന് പറഞ്ഞാൽ കേവലം പ്രഭാതം മുതൽ ഫജ്റു സ്വാദിഖ് ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും
നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അതിന് പിടിച്ചു വെക്കുക എന്നുള്ളതല്ല. ധാരാളം ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേവലം അത് മാത്രമല്ല എന്ത് നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഹാദാ തഅരീഫുൽ ഫിഖ്ഹി, ഇപ്പൊ പറഞ്ഞത് ഫിഖ്ഹി ആയിട്ട് അതിന്റെ നിർവചനമാണ്. ഫജ്റു സ്വാദിഖ് മുതൽ, അതായത് സുബഹിന്റെ സമയം മുതൽ ഗുറൂബ് ഷംസ് വരെയും മഗ്രിബിന്റെ സമയം വരെയും എന്ത് ചെയ്യുക, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഭക്ഷണപാനീയങ്ങൾ വെടിയുക, ഭാര്യയുമായിട്ടുള്ളതായ ബന്ധം ഉപേക്ഷിക്കുക, ഇതുപോലുള്ളതായ ലൈംഗിക ബന്ധങ്ങൾ ഉപേക്ഷിക്കുക, ഇതുപോലുള്ളതായ കാര്യങ്ങൾ, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും. ഇങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ പിടിച്ചു നിൽക്കുക, ഇതാണ് നോമ്പിന്റെ ഫിഖ്ഹിയായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്ന നിർവചനം. അത് തന്നെയാണ്. എന്നാൽ വഇന്നമൽ മഖ്സൂദുൽ അഅ്ദം, ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ലക്ഷ്യം എന്താണ്? അത് മിന സിയാമി ഹുവ അൻ യുംസികൽ ഇൻസാനു നഫ്സഹു മിനൽ മുഹറമാത്ത്, മനുഷ്യൻ അവന്റെ നഫ്സിനെ ഹറാമുകളിൽ പെടുത്താതെ, നിഷിദ്ധമായ കാര്യങ്ങളിൽ പോയി വീഴാതെ അതിൽ നിന്ന് ശരീരത്തെ പിടിച്ചു വെക്കലാണ്. അതിന് ശരീരത്തിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് നോമ്പിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. അതാണ് കമാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് പോലെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബ. ഒരാൾ മോശം വാക്കുകളോ പ്രവൃത്തികളോ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, വെറുതെ ഭക്ഷണങ്ങളും പാനീയങ്ങളും മാറ്റി നിർത്തുന്നതിൽ അള്ളാഹുവിന് എന്തില്ല, അവനിൽ ഒരാവശ്യവുമില്ല. അവൻ വെറുതെ പട്ടിണി കിടന്നതുകൊണ്ട് അള്ളാഹുവിന് അതിലൊരു കാര്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റൊരു ഹദീസിൽ ഇപ്രകാരമാണ്, റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതഷ്. എത്രയോ നോമ്പുകാരാണ്, അവർക്ക് ലൈസ ലഹു മിൻ സിയാമിഹി, അവരുടെ നോമ്പിൽ നിന്ന് അവർക്ക് ലഭിക്കുകയില്ല ഇല്ലൽ ജൂഉ വൽ അതഷ്, വിശപ്പും ദാഹവും അല്ലാതെ. ഒരു വിശപ്പ് സഹിച്ചിട്ടുണ്ടാവും, ദാഹിച്ചിട്ടുണ്ടാവും, എന്നതല്ലാതെ അതിന്റെ പ്രതിഫലം ഒന്നും ചെയ്യൂല, അവർക്ക് ലഭിക്കുകയില്ല. വമിൻ ഹുന ലാ ബുദ്ദ അൻ നുദ്രിക അന്ന സ്വൗമ ലഹു മുഫത്തിറാത്തുൻ വലഹു മുനഗ്ഗിസാത്തുൻ വമുൻകിസാത്ത്. അതുകൊണ്ട് തന്നെ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രഥമമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോമ്പിനെ തീർത്തും മുറിച്ചു കളയുന്ന കാര്യങ്ങളുണ്ട്. ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അതിനെ തീർത്തും പാഴാക്കി കളയുന്ന മുഫ്തിറാത്തുകളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പ്രതിഫലങ്ങളെ ഇല്ലാതെയാക്കി കളയുന്ന, അല്ലെങ്കിൽ പ്രതിഫലങ്ങളെ കുറച്ച് കളയുന്ന കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ അനിവാര്യമാണ്. എന്നിട്ട് മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുകയാണ്, അൽ മുഫ്തിറാത്തു അല്ലതി തബ്തുലു സ്വൗമ മുൻഖസമുൻ ഇലാ സലാസത്തി അഖ്സാമി. നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന മുഫ്തിറാത്തുകൾ, അതിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ, അത് പ്രധാനമായും 3 ഗണങ്ങളായിട്ട് ചെയ്യപ്പെടുന്നുണ്ട്, വിഭജിക്കപ്പെടുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം ഖിസ്മുൻ മിൻഹാ മുഫ്തിറാത്തുൻ ബിൽ ഇജ്മാ, ഇജ്മാ കൊണ്ട് അത് നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്, മുറിച്ചു കളയുന്ന കാര്യമാണ് എന്ന് ഇജ്മാ ഉള്ളതായ ചില കാര്യങ്ങളാണ്. അതിലെന്തില്ല, ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആ കാര്യങ്ങൾ സംഭവിച്ചാൽ നോമ്പ് എന്ത് ചെയ്യും, മുറിഞ്ഞു പോകും, പൂർണ്ണമായിട്ടും അത് പാഴായിത്തീരും. വമൻ ഫഅല ദാലിക ഫഅലൈഹിൽ കഫാറ, എന്ന് മാത്രമല്ല അവൻ ആ കാര്യം പ്രവർത്തിച്ചാൽ അവന്റെ മേല് കഫാറത്തുമുണ്ട്. എങ്ങനെയുള്ള കഫാറത്താണ്? അൽ മുഗല്ലദ, വളരെ കാഠിന്യമായ കഫാറത്തുണ്ട്. ഇങ്ങനെയുള്ളതാണ് ഒരു വിഭാഗം. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്നുള്ളതിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമല്ല. മാത്രമല്ല നോമ്പ് മുറിയുമെന്ന് മാത്രമല്ല, അതിന് മുഖേന അവൻ എന്ത് ചെയ്യണം, കഫാറത്ത് കൊടുക്കണം, പ്രായശ്ചിത്തം ചെയ്യണം. അതാകട്ടെ ഇത്തിരി കഠിനമായ പ്രായശ്ചിത്തമാണ്. അങ്ങനെ നോമ്പ് മുറിക്കുന്ന കാര്യം ഏതാണ്? വഹുവൽ ജിമാ, അത് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്. അങ്ങനെയാണ് ഒരാൾ നോമ്പ് മുറിച്ചത് എങ്കിൽ അത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഫഇന്നൽ ജിമാഅ മിൻ മുഫ്തിറാത്തി സ്വൗമി ബിൽ ഇജ്മാ, ഭാര്യയുമായിട്ട് ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത് ഇജ്മാ ആണ്. വമൻ അതാ അഹ്ലഹു ഫീ നഹാരി റമദാൻ, അപ്പോൾ ഒരാൾ റമദാനിന്റെ പകലിൽ തന്റെ ഭാര്യയെ സമീപിച്ചു, അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നാൽ വജബ അലൈഹി അൻ യസൂമ ശഹ്റൈനി മുതതാബിഈൻ,
അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട്. അവന് ഒരു അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ചെയ്യേണ്ടത്. അത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഷേഖ് അവറുകൾ എന്ത് ചെയ്തത്? രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കടന്നത്. അത് നമ്മളെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്യൂല, ഒരാൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവൻ 2 മാസം എന്ത് ചെയ്യണം? തുടർച്ചയായി നോമ്പെടുക്കണം എന്നുള്ളതാണ്. ഏതിനോട് കൂടെ ആ മുറിച്ചിരിക്കുന്നതായ നോമ്പിന് അവൻ എന്ത് ചെയ്യണം? വേറെ ഖളാ വീട്ടേണ്ടതുണ്ട്. നോമ്പ് മുറിഞ്ഞു എന്നുള്ളതിനാൽ പിന്നീട് ഭക്ഷണവും മറ്റു പാനീയങ്ങളിലും ഏർപ്പെടാനും പാടില്ല. പിന്നെന്ത് ചെയ്യണം? ആ ദിവസം നോമ്പ് പൂർത്തിയാക്കുകയും വേണം. നോമ്പുള്ളവനെ പോലെ തന്നെ തുടരണം. എന്നിട്ട് മുറിഞ്ഞിരിക്കുന്നതായ നോമ്പിന് വീണ്ടും എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. കൂടാതെ കഫാറത്ത് എന്നുള്ള നിലയിൽ, പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ എന്ത് ചെയ്യണം? 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. അതേപോലെ തന്നെ വത്തൗബത്ത് വൽ ഇസ്തിഗ്ഫാർ, അവൻ ചെയ്തിരിക്കുന്ന വലിയ പാപമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം, പാപമോചന പ്രാർത്ഥനകൾ നടത്തണം. ഫഇദാ ലം യസ്തതി അൻ യസൂമ ശഹറൈൻ മുതതാബിഈൻ, 2 തുടർച്ചയായ മാസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ അവന് സാധിക്കുകയില്ല. ചിലപ്പോൾ ലിമാറദിൻ മുസ്മിനിൻ, തുടർന്ന് നിരന്തരം നിലനിൽക്കുന്ന ഏതെങ്കിലും രോഗമുണ്ട്, ശിഫ പ്രതീക്ഷിക്കപ്പെടാത്ത ഏതെങ്കിലും രോഗിയാണവൻ, അല്ലെങ്കിൽ ഔലി കൗനിഹി മാലൂലൻ, ഏതെങ്കിലും രീതിയിലുള്ളതായ ഇല്ലത്തുണ്ട്, കാരണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ നിരന്തരം അവന്റെ തൊഴില് നിരന്തര യാത്ര ചെയ്യുന്നവനാണവൻ, വിശ്രമിക്കലില്ല, തുടരെ യാത്ര ചെയ്യൽ അനിവാര്യമായ ആളാണ്. ഇങ്ങനെയെല്ലാമാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിലേക്ക് അവന്റെ പ്രായശ്ചിത്തം എന്ത് ചെയ്യും? നീങ്ങും. അപ്പോൾ ഫയുത്ഇമു 60 മിസ്കീനൻ, 60 മിസ്കീന്മാർക്ക് അവൻ ഭക്ഷണം കൊടുക്കണം. കുല്ല മിസ്കീനിൻ മിൻഹും യുത്ഇമുഹു മുദ്ദ ബുർ, ഗോതമ്പ് ഒരു മുദ്ദ് കൊടുക്കണം. ഗോതമ്പാണ് കൊടുക്കുന്നത് എങ്കിൽ, അതല്ല മറ്റുള്ള മുഖ്യ ആഹാരങ്ങളിൽ ഏതെങ്കിലും അരിയോ മറ്റോ ആണെങ്കിൽ നിസ്ഫു സ്വാ കൊടുക്കണം എന്നുള്ളതാണ്. 2 മുദ്ദാണ് നിസ്ഫു സ്വാ എന്ന് പറയുന്നത്. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 2 കൈകൾ കൊണ്ട് പിടിക്കുന്നതായ അളവാണ്. അപ്പൊ ഇത് കൊടുക്കുക എന്നുള്ളത് അവന്റെ മേൽ അനിവാര്യമായി തീരും. അത് ഈ രീതിയിൽ അളന്നു കൊടുക്കാം. അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് എന്ത് ചെയ്യാം? ഒരു നേരത്തെ രാവിലത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ ഉച്ചനേരത്തെ ഭക്ഷണമോ വൈകുന്നേരത്തെ ഭക്ഷണമോ എന്ത് ചെയ്യാം? 60 പേർക്ക് ഭക്ഷണമായിട്ട് കൊടുത്താലും എന്താകും? മതിയാകുന്നതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വിഭാഗം. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം ജിമാ ചെയ്യലാണ്. ഭാര്യയുമായിട്ട് എന്ത് ചെയ്യുന്നു? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അവിടെ നോമ്പ് മുറിയും എന്നതിനോട് കൂടെ എന്തും നിർബന്ധമായി? കഫാറത്തും നിർബന്ധമായി. കഫാറത്ത് ഒരു അടിമയെ മോചിപ്പിക്കുക, അതല്ലെങ്കിൽ 60 ദിവസം. അതിന് സാധിക്കാത്ത ആളാണ് എന്ത് ചെയ്യേണ്ടത്? 60 ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അതിനും സാധിക്കുകയില്ല എങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? ഭക്ഷണം കൊടുക്കേണ്ടത്. ഒരാൾ ആദ്യം പോയിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. രണ്ടാമത്തെ വിഭാഗം ഇജ്മാ ഉള്ള കാര്യം തന്നെയാണ്. നോമ്പ് അതുകൊണ്ട് മുറിയും എന്നുള്ളത് എന്താണ്? ഇജ്മാ ഉണ്ട്. ഇതുപോലെ കൽ അക്ലി വശുർബി അംദൻ, മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. അതല്ലെങ്കിൽ വമാകാന ഫീ മഅനാഹുമ, ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും സ്ഥാനത്തുള്ളതായ ഒരു കാര്യം ചെയ്യുക. ഇത് ചെയ്താൽ എന്ത് ചെയ്യും? നോമ്പ് മുറിഞ്ഞു. ഇതും ഉലമാക്കൾ ഇജ്മാ ആയ കാര്യമാണ്. പക്ഷെ അവിടെ എന്തില്ല? ആദ്യം പറഞ്ഞതുപോലെ കഫാറത്ത് കൊടുക്കേണ്ടതില്ല. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. തിന്നുക കുടിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമായ കാര്യമാണ്. എന്ത് ചെയ്യുക? ഭക്ഷണം പോവുക എന്നുള്ളതാണ്. അവന്റെ ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തലാണ്. എന്നാൽ ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നവകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്ലുൽ മുഗദ്ദിയാത്തി, എന്താണ്? ഊർജം, ശരീരത്തിന് ഊർജം ലഭിക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഇഞ്ചക്ഷനുകളോ മറ്റൊന്തെങ്കിലാണ് ഇബർ മുഗദ്ദിയ, ശരീരത്തിന് ഗ്ലൂക്കോസ് പോലുള്ള എന്ത് ചെയ്യുക? ഇഞ്ചക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഔ അദ്വിയത്തിൻ മുഗദ്ദിയ ഇദാ വസലത് ഇലൽ ജൗഫി, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾ. ആ മരുന്നുകൾ എങ്ങനെയുള്ളതാണ്? സാധാരണ എന്തല്ല, ഒരാള് അവന്റെ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളല്ല. നേരെ മറിച്ച് അവന്റെ ശരീരം അതിന്റെ ആരോഗ്യം നിലനിർത്താൻ ആകുന്ന രീതിയിലുള്ള, ഭക്ഷണത്തിന് മതിയാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും എന്ത് ചെയ്യുക? മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്യുക. എന്നാൽ അതെന്താണ്? അത്
അത് അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നോമ്പ് മുറിച്ച് കളയും. അത് തിന്നുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും ഹുക്കുമിലാണ്, വിധിയിലാണ് അതും വരിക. അമ്മൽ ഇബർ ഗൈറുൽ മുഗദി, അങ്ങനെ മുഗദി അല്ലാത്തതായ ഇഞ്ചക്ഷനുകൾ, കൽ ഇബരിൽ മുസക്കന ഔ അൽ ഇബരിൽ മുനദ്ദമത്തി ഇബ്രത്തി സുക്കർ ഔ ഇബ്രത്തി ദഗ്ത്, ഷുഗറിന് വേണ്ടിയിട്ട് അത് നിയന്ത്രിക്കാൻ ഒരാൾ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകൾ, അല്ലെങ്കിൽ പ്രഷറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ളവകൾ അതെന്താവില്ല. ഫഹാദിഹി ലാ തുഫ്തിറു അല സ്വഹീഹി മിൻ അഖ്വാലി അഹ്ലിൽ ഇൽം. ഉലമാക്കൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എങ്കിലും അതിൽ സ്വഹീഹായ അഭിപ്രായ പ്രകാരം അതെന്താവില്ല, നോമ്പിന് മുറിക്കുകയില്ല എന്നുള്ളതാണ്. ഇനി ഒരാൾ ചോദിക്കുകയാണ്, ഒരാൾ പുകവലിക്കുന്നവനാണ്, എന്നാൽ അത് തിന്നുന്നതിലാണോ കുടിക്കുന്നതിലാണോ പെടുക എന്ന് ചോദിച്ചാൽ, തിന്നുന്നതിലും കുടിക്കുന്നതിലാണോ പെടുക, അല്ലാത്ത ഏതെങ്കിലും മാർഗമാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വളരെ നികൃഷ്ടമായ അതിൻ്റെ ഈ വാസന നൽകുന്നതായി ഈ ദുഖാൻ, അത് ഉള്ളി കഴിച്ച ആളുകൾ പള്ളിയിൽ വരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും വൃത്തിഹീനമായ മണമാണെന്ത്, പുകവലി മൂലം ഉണ്ടാകുന്നത്. അത് വഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിറു അസ്ഹാബഹു മിൻ അക്ലി സൂമി വൽ ബസ്ലി വൽ മജീഇൽ മസ്ജിദ്. ഉള്ളി തിന്നിട്ട് പള്ളിയിലേക്ക് വരുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഗ്രത നൽകിയിട്ടുണ്ട്, അതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യണം, പള്ളിയിൽ നിന്ന് മാറി നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകിയിരിക്കുന്നത്. അപ്പോ ഹാദിഹി റായിഹത്തുൽ ഖബീസതു അസ്സഹീഹു മിൻ അഖ്വാലി അഹ്ലിൽ ഇൽമി അന്നഹാ ഫീ മഅനൽ അക്ലി വശുർബ്. ഇങ്ങനെ ഈ വളരെ ദുർഗന്ധം വമിപ്പിക്കുന്നതായ പുകവലി എന്നുള്ളത് ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും അതേ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. രണ്ടിലും എന്ത് ചെയ്യും, അത് പെടും എന്നുള്ളതാണ് ഉലമാക്കളുടെ അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായം. ലിഅന്നഹു യുസമ്മ ഷുർബൻ, ഭാഷയിൽ അതിന് എന്ത് ചെയ്യുക, അറബി ഭാഷയിൽ ഷുർബ് എന്നാണ് പറയുക, ഷുർബു ദുഖാൻ എന്നാണ് പറയുക. പുകവലിക്കുന്നതിന് എന്ന് പറയുക, കുടിക്കുക എന്നാണ് പറയുക. ഭാഷാപരമായിട്ട് അറബിയിൽ അങ്ങനെയാണ് പറയുക. യുഖാൽ ശരിബ ദുഖാൻ എന്ന് പറയും, അവൻ പുകവലിച്ചു എന്ന് പറയലുണ്ട്. അതുപോലെ അതിന് പുക കുടിച്ചു എന്നാണ് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുക. വല യുഖാൽ അക്കല ദുഖാൻ എന്ന് പറയലില്ല, പുക ഭക്ഷിച്ചു എന്ന് പറയലില്ല. വഹു ഫീ മഅനൽ അക്ലി മാനൻ, അത് അതിനെന്ത് ചെയ്യും, ഈ ഭക്ഷണത്തിന്റെ അതേ ഹുക്കുമും അതിന് വരും. കാരണം എന്താണ്, ഫഇന്ന ബദനൽ മുദ്ഖിനി യർതാഹു വയതഗദ്ദാ ബിഹി. പുകവലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ചാൽ ഒരാൾക്കുണ്ടാകുന്ന റാഹത്തുണ്ടല്ലോ, ഒരു ആശ്വാസമുണ്ടല്ലോ, അത് പുകവലിക്കും എന്ത് ചെയ്യും, കിട്ടുമെന്നുള്ളതാണ്. കമാ ലൗ കാന ജായിഅൻ മുർതൈഷൻ ബദനഹു മിനൽ ജുഇ ഫഇദാ അകല സകൻ. ഒരാൾ നല്ല വിശപ്പ് സഹിക്കാൻ വയ്യാതെ പ്രയാസത്തിലാണ്, നല്ല ബുദ്ധിമുട്ടിലാണ്, അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്താല് ഭക്ഷണം കഴിച്ചാൽ അവന് ആശ്വാസം കിട്ടുന്നത് പോലെ എന്താണ്, ഇങ്ങനെ പുകവലി എടുത്താലും അവൻ എന്ത് ചെയ്യലുണ്ട്, ആശ്വാസം കിട്ടലുണ്ട്. എന്നതുകൊണ്ട് എന്താണ്, അത് തിന്നുന്നതിലും കുടിക്കുന്നതിലും എന്ത് ചെയ്യും, ഉൾപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, അത് പാടില്ലാത്ത കാര്യമാണ്. ഇനി മുസന്നിഫ് ഹഫിളഹുല്ലാഹ് പറയുന്നു, ബാക്കിയുള്ള ചില കാര്യങ്ങൾ, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ, അമ്മൽ മുഫത്തിറാത്തു അൽ ഉഖറ അല്ലത്തി ഫീഹാ ഖിലാഫ്, അവകളിൽ എന്തുണ്ട്, ഉലമാക്കൾക്ക് ഖിലാഫ് ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫസ്വഹീഹു മിൻ അഖ്വാലി അഹ്ലിൽ ഇൽമി, ഉലമാക്കളുടെ വചനങ്ങളിൽ അഭിപ്രായങ്ങൾ സ്വഹീഹായത് അന്ന മൻ ഗലബഹുൽ ഖൈഉ അന്നഹു യകൂനു മുഫ്തിറ. ഒരാൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വാചകത്തിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഛർദി ഒരാൾ എന്ത് ചെയ്താല്, ഛർദി ഒരാളെ കീഴടക്കി, എന്നാൽ എന്ത് ചെയ്യൂല, നോമ്പ് മുറിയില്ല. അതായത് സ്വാഭാവികമായിട്ട് ഒരാൾ ഛർദിച്ചു, എന്നാൽ എന്ത് ചെയ്യൂല, നോമ്പ് മുറിയില്ല. എന്നാൽ ഒരാൾ എന്ത് ചെയ്തു, മനഃപൂർവ്വം ഛർദി ഉണ്ടാക്കി, വായിൽ കൈയിട്ടിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ അത് അവനക്കറിയാം, ഞാൻ ഏതെങ്കിലും പണി ചെയ്യുന്നു, ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ, ചില പണി ചെയ്യുമ്പോൾ അവർക്ക് ഛർദി വരും.
ഇപ്പോൾ കോഴി വൃത്തിയാക്കുന്ന ആളുകൾ, ചില കോഴികൾ വൃത്തിയാക്കുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ രക്തവുമായി ബന്ധപ്പെട്ട ചില പണി ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, അങ്ങനെ ഛർദ്ദിക്കുമെന്നും ബോധമുള്ള ഒരാളാണ്, ഞാൻ അതിന് പണി ചെയ്താലും ഇപ്പം എനിക്ക് ഛർദ്ദി വരുമെന്ന് എനിക്കറിയാം, അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആ പണി ചെയ്യാൻ പാടില്ല. അങ്ങനെ വീണ്ടും അവൻക്ക് ആ ബോധമുള്ളതിനോട് ചെയ്താൽ എന്തായി, മനഃപൂർവ്വം ഛർദ്ദിച്ചതുപോലെ. അപ്പോൾ ആ രീതിയിൽ മനഃപൂർവ്വമാണ് ഒരാൾ ഛർദ്ദിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, നോമ്പ് മുറിയും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദറഅഹുൽ ഖൈഉ ഫലാ ശൈഅ അലൈഹി, ഒരാളെ ഛർദ്ദി അവനെ കീഴ്പ്പെടുത്തിയാൽ അവനെന്തില്ല, ഒന്നുമില്ല, നോമ്പിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ വമൻ ഇസ്തഖാഅ ഫഅലൈഹിൽ ഖദാ, ഒരാൾ സ്വയം എന്ത് ചെയ്തു, ഛർദ്ദി മനഃപൂർവ്വം ഛർദ്ദിച്ചു, എന്നാൽ അവന്റെ മേല് ഖദാ വീട്ടിൽ നിർബന്ധമാകും എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുന്നത് ഉലമാക്കള്? മനഃപൂർവ്വം ഛർദ്ദിക്കുന്നതും അതേപോലെ തന്നെ അതല്ലാതെ ഛർദ്ദിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലിഅന്നല്ലദീ യഗ്ലബുഹുൽ ഖൈഉ യകൂനു ഫീ ഹുക്മി ഗൈരിൽ മുരീദ്, ഒരാള് സ്വയമേവ ഛർദ്ദിച്ചു പോയതാണ് എങ്കിൽ അത് അവന്റെ ഉദ്ദേശപ്രകാരം എന്ത് ചെയ്തതല്ല, ഛർദ്ദിച്ചതല്ല. ഏതുപോലെ ഒരാൾ മറന്നവനായ നിലയിൽ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നോമ്പ് ആണെന്ന് ഓർമ്മയില്ലാത്തവനായ നിലയിൽ എന്ത് ചെയ്തു, വെള്ളം കുടിച്ചു, എന്നാൽ അവന് കുഴപ്പമുണ്ടോ? അത് ബാധിക്കുകയില്ല. എന്നതുപോലെയാണ് എന്ത്, സ്വയമേവ ഒരാൾക്ക് ഛർദ്ദി വന്നു, എന്നാൽ അവന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല അത് എന്നുള്ള കാരണത്താലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അകല ഔ ശരിബ നാസിയൻ ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാ ഫൽയുതിമ്മ സൗമ, ഒരാൾ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ മറന്നുകൊണ്ട് എന്ത് ചെയ്താൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അള്ളാഹു ആണ് അവൻ എന്ത് ചെയ്തത്, തീറ്റിച്ചതും കുടിച്ചതും. അതുകൊണ്ട് ഫൽയുതിമ്മ സൗമ, അവന്റെ നോമ്പിനെ അവൻ എന്ത് ചെയ്തോട്ടെ, പൂർത്തിയാക്കിക്കൊള്ളട്ടെ, അവന് കുഴപ്പമൊന്നുമില്ല. അത് മുഖേന മറവി മൂലം സംഭവിച്ചതാണത്. അതേപോലെ തന്നെയാണ് ഒരാൾ എന്ത് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഛർദ്ദിച്ചാൽ അതുപോലെയാണ്. എന്നാൽ ഒരാൾ മനഃപൂർവ്വം ഛർദ്ദിച്ചതാണെങ്കിൽ ഫഹുവ മുരീദുൻ അൽ ഖൈ ബിനഫ്സിഹി, അവൻ അത് ഉദ്ദേശപൂർവ്വം ചെയ്തതാണ്, ഛർദ്ദിച്ചതാണ്. ആമിദുൻ ലിദാലിക്, അതിന് മനഃപൂർവ്വം ചെയ്തതാണ്. വലാ യബ്അദു അൻ യർജിഅ ശൈഉൻ മിനൽ ഖൈ ഇലാ മഅദതി, ചിലപ്പോൾ അവൻ പുറത്തേക്ക് ഛർദ്ദിച്ചതായ വസ്തുക്കൾ ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടാകാം, അത് വീണ്ടും അവന്റെ ആമാശയത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യതകളൊന്നുണ്ട്, തള്ളിക്കളയാൻ പറ്റൂല, അത് വിദൂരമല്ല. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ടുണ്ട് എങ്കിൽ ഫഹീന ഇതിഞ്ഞുൻ മുഫ്തിറ, എന്തായി മാറും, അത് നോമ്പ് മുറിക്കുന്ന കാര്യമായി തീരും. അതേപോലെ തന്നെ വേറെ ചില ഉലമാക്കൾ അതിന് പറഞ്ഞിരിക്കുന്ന ന്യായം, അത് അവന്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നതാണ്, ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്, അവന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതാണ്. എന്ത് ചെയ്താൽ ധാരാളമായി ഛർദ്ദിക്കുകയും മറ്റൊക്കെ ചെയ്ത് സ്വാഭാവികം കിട്ടുന്നുണ്ടാവും, ശരീരത്തിന് ദുർബലതകൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട് എന്നുള്ള കാരണത്താലാണ്. ഇതേപോലെ തന്നെ കദാലിക മിനൽ മുഫ്തിറാത്തി ഇൻദ ജംഇൻ മിൻ അഹ്ലിൽ ഇൽമി അന്ന മാ യസ്ലു ഇലൽ ജൗഫി വലൗ കാന മിൻ ഗൈരിൽ മൻഫദി ത്വബഈ കൽ ഫമി വൽ അൻഫി. ഇതേപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ, അതെന്ത് ചെയ്യുന്നു, ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അത് സാധാരണ രീതിയിൽ വായ പോലെ മൂക്ക് പോലെ ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്ന പ്രവേശന കവാടങ്ങളിലൂടെയല്ല, എന്നാലും എന്ത് ചെയ്യും, അത് ഭക്ഷണത്തിന് ഉതകുന്നതായ ഒരു കാര്യമാണ് എങ്കിൽ എന്ത് ചെയ്യും, അത് മുഖേന നോമ്പ് മുറിയും എന്നുള്ളതാണ്. ഏതുപോലെ ലൗ വുദിഅൽ മരീദു ഫീ ഇഹ്ലീലിഹി ഔ ഫീ ദുബ്രിഹി മവാദ മുഗ്ദിയ, സാധാരണ ചിലപ്പോൾ എന്ത് ചെയ്യും, ഔ അന്നഹു വുദിഅ ലഹു മവാദ മുഗ്ദിയ ഫീ മഅദതിഹി മുബാശറതൻ അൻ ത്വരീഖൽ ഉൻബൂബ്, ചിലപ്പോൾ ട്യൂബ് ഇട്ടിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം രോഗികൾക്ക് ആമാശയത്തിലേക്ക് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ വായിലൂടെ ആകണമെന്നില്ല, മൂക്കിലൂടെ ആകണമെന്നില്ല. അതല്ലെങ്കിൽ എന്താകാം, ചിലപ്പോൾ പിൻഭാഗത്തു കൂടി പല ചികിത്സകളും പഴയ കാലത്ത് നടത്തലുണ്ട്. ഒരാളുടെ പിൻദ്വാരത്തിലൂടെ എന്ത് ചെയ്യും, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിന് ഉതകുന്ന കാര്യമാണോ, എന്നാൽ എന്ത് ചെയ്യും, നോമ്പ് മുറിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത് അമ്മൽ മനാഫിദ് ഗൈറു തബിഇയ്യ, സാധാരണ രീതിയിൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന മൻഫദുകളിലൂടെ അല്ലാതെ എന്തെങ്കിലും അകത്തേക്ക് പോയി, ഉദാഹരണം ലൗ അന്നൽ ഇൻസാനു തബറദ വഹുവ സ്വായിമുൻ, ഒരാള് വെള്ളത്തിൽ ഇറങ്ങിക്കിടന്നു കുറെ നേരം, നോമ്പുകാരനാണ്. ഫദഖല ശൈഉൻ മിനൽ മാഇ മിൻ ത്വരീഖി മസാമിൽ ജിൽദ്, അപ്പോ ഈ തോലിന്റെ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്തു, വെള്ളം കയറിപ്പോയി എന്ന് സങ്കല്പിച്ചാൽ ഫഹാദാ ലാ യുഫ്തിറു ബിൽ ഇജ്മാ, എന്ത് ചെയ്യൂല, അത് ഇജ്മാ എന്ന നിലയിൽ നോമ്പിനെ മുറിച്ചു കളയുകയില്ല എന്നുള്ളതാണ്. അത്
ഏതെങ്കിലും ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശനങ്ങളിലൂടെ അല്ല എന്ത് ചെയ്തത്, പ്രവേശിച്ചത്. സാധാരണ രീതിയിൽ പ്രവേശിക്കുന്ന പ്രവേശനങ്ങളൊന്നുമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, നോമ്പ് മുറിക്കില്ല. ഈ തോലിലുണ്ടാകുന്നതായ സുഷിരങ്ങൾ അതെന്തല്ല, മൻഫദൻ ത്വബഇയ്യൻ ലിൽ അക്ലി വശുർബി, ഭക്ഷണത്തിനോ പാനീയത്തിനോ ഉപയോഗിക്കുന്ന ത്വബഇയ്യായ പ്രകൃത്യാലുള്ളതായ ഒരു മൻഫദല്ല, ഒരു പ്രവേശന സ്ഥലമല്ല എന്ത്, തോലിലുള്ളതായ സുഷിരങ്ങൾ. ഒമാ കാന ഫി മാന, അങ്ങനെയുള്ള അതിന്റെ ആശയത്തിൽ വരുന്നതുമല്ല, നമ്മൾ നേരത്തെ ഇഞ്ചക്ട് ചെയ്ത് അതുപോലെയുള്ളതുമല്ല. അതുകൊണ്ട് ഫലോ ഇദ്ദഹന സ്വായിമു ബിദുഹ്നിൻ മിസ്ലി അൽ വാസിലീൻ, അത് ഒരാൾ എന്ത് ചെയ്തു, ശരീരത്തിൽ തേച്ചു, അല്ലെങ്കിൽ ഔ ബിസൈത്ത്, എണ്ണ തേച്ചു, അല്ലെങ്കിൽ നെയ്യ് തേച്ചാൽ, അങ്ങനെ സുമ്മ ശരിബൽ ജിസ്മു ഷൈഅൻ മിൻ ഹാദാ, അവ എന്ത് ചെയ്തു, ശരീരത്തിലേക്ക് കുറച്ചിറങ്ങിയാലും അതെന്താവൂല, അത് നോമ്പിന് എന്ത് ചെയ്യുന്നതല്ല, മുറിക്കുന്നതല്ല. ഇതേപോലെ ചിലപ്പോൾ ശരീരത്തിന്റെ സുഷിരങ്ങളിലൂടെ അങ്ങനെ ഇറങ്ങിയേക്കാം, പക്ഷെ അതെന്തല്ല, അത് ഭക്ഷണത്തിനും വെള്ളത്തിനൊന്നും ഉതകുന്നതൊന്നും രീതിയിലുള്ളതല്ല. സാധാരണ രീതിയിൽ ഭക്ഷണവും മറ്റും ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് പോലുള്ള കവാടങ്ങളല്ല എന്നുള്ളതിനാൽ അതെന്ത് ചെയ്യൂല, നോമ്പിന് മുറിക്കുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതേപോലെ തന്നെയാണ് കദാലിക അല സ്വഹീഹി മിൻ അഖ്വാലി അഹ്ലിൽ ഇൽമി വഇൻ കാന ഫീഹി ഖിലാഫുൻ അന്നൽ കുഹല, ഉലമാക്കളുടെ അഭിപ്രായങ്ങളിൽ ശരിയായ ഒരു അഭിപ്രായം, ഖിലാഫുകൾ ഉണ്ടെങ്കിലും ഒരാൾ എന്ത് ചെയ്യുന്നു, കണ്ണെഴുതുന്നു, സുറുമ എഴുതുന്നു. ഒമാ കാന ഫീ മാനാഹു, അതേപോലെ തന്നെ അതിന്റെ തുല്യമായ ചില കാര്യങ്ങൾ, ഏതുപോലെ ഖുത്രത്തിൽ ഐൻ, കണ്ണിൽ ഒഴിക്കുന്ന മരുന്ന് പോലെ, വഖദാലികൽ ഉദ്ൻ, അല്ലെങ്കിൽ ചെവിയിൽ ഉറ്റിക്കുന്ന തുള്ളി മരുന്നുകൾ പോലെ, ലൈസ മിനൽ മുഫത്തിറാത്ത്, അതെന്തല്ല, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതല്ല. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഫഇന്നൽ ഇൻസാന ഇദാ ഖത്തറ ഫി ഐനിഹി ഔ ഇക്തഹല ഫി ഐനിഹി ഔ ഖത്തറ ഫി ഉദ്നിഹി യജിദു തഅമൽ മഖ്തൂനി ഫി ഹൽഖി, ഒരാൾ അങ്ങനെ കണ്ണിൽ മരുന്ന് ഒഴിച്ചാൽ, അല്ലെങ്കിൽ ചെവിയിൽ ഒഴിച്ചാൽ, അതല്ലെങ്കിൽ കണ്ണ് സുറുമയിട്ടാൽ അതിന്റെ രുചി അവന്റെ ഹൽക്കിൽ വരുന്നുണ്ടല്ലോ, തൊണ്ടയിൽ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നാം ഉണ്ടാകാം. പക്ഷെ എന്തല്ല, അങ്ങനെ വരുന്നുണ്ടെങ്കിലും അന്നഹു ലൈസ മഅനാഹു, അത് ഈ ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലുള്ളതല്ല. അതുകൊണ്ട് എന്താവില്ല, അത് നോമ്പ് മുറിക്കുകയില്ല എന്നുള്ളതാണ്. ഭക്ഷണത്തിന്റെ മാനയിൽ വരുന്നത് എന്ത് ചെയ്യുള്ളൂ, മുറിക്കുള്ളൂ എന്നുള്ളതാണ്. അത് തെളിവ് ഉലമാക്കൾ പറയുന്നുണ്ട്. സ്വഹാബിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റുമാണ്. അവര് എന്ത് ചെയ്യുമായിരുന്നു, ആലിപ്പഴം കഴിക്കുമായിരുന്നു നോമ്പെടുത്തിട്ട്. ആലിപ്പഴം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, മഴയിൽ വീഴുമ്പോൾ ഇങ്ങനെ ഐസ് കട്ടായിട്ട് വീഴുന്നതാണ് ആലിപ്പഴം. ഇത് കഴിക്കുമായിരുന്നു നോമ്പെടുത്ത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, എന്താണ്, നോമ്പല്ലേ? അപ്പൊ അദ്ദേഹം പറയും, ഇത് എന്തല്ല, ഭക്ഷണത്തിൽപ്പെട്ടതല്ല, മുഗദിയാത്തിൽപ്പെട്ടതല്ല എന്ന് പറയുമായിരുന്നു. ശരിക്കും അവിടെ ആ സ്വഹാബിയുടെ ഗവേഷണത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നാണ് ഉലമാക്കൾ പറയുന്നത്. കാരണം അതെന്താണ്, വെള്ളമാണ്, ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നമുക്ക് തെളിവ് പിടിക്കുന്നത് എന്താണ്, ഭക്ഷണമായിട്ട് പരിഗണിക്കപ്പെടുന്നവകൾ പോയാൽ എന്താവും, നോമ്പ് മുറിയൂ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. അങ്ങനെയാണ് സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇത് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്, നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് സ്വഹാബിയുടെ ഗവേഷണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആലിപ്പഴാണെങ്കിൽ എന്ത് ചെയ്യും, നോമ്പ് മുറിക്കും, അത് ഭക്ഷണത്തിൽ പെട്ടതാണ്. അപ്പൊ അത് ആണോ അല്ലേ എന്നുള്ളതിലാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായത്, അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഒരാൾ കല്ലെടുത്തിട്ട് അകത്തിട്ട് പോയി, എന്ത് ചെയ്യില്ല, നോമ്പ് മുറിക്കില്ല. കാരണം എന്താണ്, ഭക്ഷണമല്ല എന്നുള്ള കാരണത്താൽ. ഇനി അതേപോലെ തന്നെ ഒരാള് എന്ത് ചെയ്തു, റുബമായ ദുഖുലുൽ മുത്വഹന, മുത്വഹൻ എന്ന് പറഞ്ഞാൽ മുത്വഹൻ രണ്ടും പറയാം, ധാന്യങ്ങൾ പൊടിക്കുന്ന സ്ഥലമാണ്. അവളങ്ങനെ ഒരാൾ ഒരു സ്ഥലത്ത് പ്രവേശിച്ചു. റുബമായ ദുഖുലുൽ മുത്വഹന ഫയദ്ഖുലു ഫി അൻഫിഹി റായിഹത്തുദ് ദഖീഖ്, അപ്പോൾ ഈ പൊടിയുടെ സുഗന്ധവും അതിന്റെ അംശങ്ങളെല്ലാം ഒരു പക്ഷെ എന്ത് ചെയ്യും, അവന്റെ മൂക്കിലേക്ക് പ്രവേശിക്കും. റായിഹത്തുൽ ഖഹ്വ, അല്ലെങ്കിൽ നല്ല കാപ്പിയുടെ മണം. വയജിദു അസറ ദാലിക ഫി ഹൽഖി, അതിന്റെ അസറും ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ പ്രതിഫലനങ്ങളും ചിലപ്പോൾ എവിടെ എത്തും, തൊണ്ടയിലെത്താം. ഇത് എന്ത് ചെയ്യില്ല, വലാ യുസിറു ദാലിക ഫി സൗമി, അത് അവന്റെ നോമ്പിനെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നതല്ല എന്നല്ല. ബൽ സ്വഹ അൻ സ്വഹാബിയാതി അന്നഹുന്ന
കുന്ന യത്ബഖ്ന വയതദവ്വഖന അത്ആം. സ്വഹാബി വനിതകൾ അവരെന്ത് ചെയ്യുമായിരുന്നു? ഭക്ഷണം പാചകം ചെയ്യുമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യലുണ്ട്? രുചി നോക്കലുണ്ട്. അതിനുശേഷം അവരതിന് തുപ്പിക്കളയും. സുമ്മ യത്ഫൽന വലാ റൈബ അന്ന മൻ യതദവ്വഖ അത്ആമ യജിദു ശൈഅൻ മിൻ ദാലിക ഫി ഹൽഖിഹി വലാ യദുർ. സ്വാഭാവികമായിട്ടും രുചി നോക്കുമ്പോൾ എന്ത് ചെയ്തേക്കാം? ചിലപ്പോൾ ഹൽക്കിലേക്ക് എത്തിയേക്കാം. പക്ഷെ എന്നാലും എന്താവൂല, നോമ്പിന് മുറിച്ച് കളയുന്നതല്ല എന്നുള്ളതാണ്. എന്നല്ല, ഒരാൾ വുദൂ ചെയ്യുന്നു നോമ്പുകാരൻ. ഇന്നൽ മുതവദ്ദിഅ ഇദാ തവദ്ദഅ ഫഇന്നഹു യജിദു തുഅമൽ മാഇ ഫി ഹൽഖി. അപ്പോൾ വെള്ളത്തിന്റെ രുചി എന്ത് ചെയ്തു? അവന്റെ ഹൽക്കിലേക്ക് പോയി. എന്നാൽ വലാ യദുറു ദാലിക, എന്ത് ചെയ്യൂല, അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല എങ്കിൽ എന്ത് ചെയ്യൂല, നോമ്പിനെ ബാധിക്കുന്ന കാര്യമല്ല. അവൻ അൽ മുഹിം അന്നഹു ലാ യതഖസ്സദുൽ ബുൽ, അവൻ അതിന് വിഴുങ്ങുക എന്നുള്ളത് ചെയ്തിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. അവൻ വുദൂ ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്താണ്? അതിന് രുചി പോയതാണ് എങ്കിൽ ഇല്ല, കുഴപ്പമില്ല എന്നുള്ളതാണ്. വലിഹാദാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുബാലഗത്ത് കാണിക്കണം, ആധിക്യം കാണിക്കണം. ഇല്ലാ അൻ തകൂന സ്വായിമ, ആരൊഴികെ? നീ നോമ്പുകാരനല്ല എങ്കിൽ ഒഴികെ. വൽ മുബാലഗത്തു ഫിൽ ഇസ്തിൻഷാഖ് ഫീഹാ മനാഫിഉ അദീമ, ഇങ്ങനെ ഇസ്തിൻഷാഖ് ചെയ്യുന്നതിൽ, മൂക്കിൽ നന്നായി വെള്ളം കയറ്റി ചീറ്റുന്നതിൽ ധാരാളം മൻഫഅത്തുകൾ ഉണ്ടെന്നാണ്, പ്രയോജനങ്ങളുണ്ട്. വസിഹ വആഫിയ, ആരോഗ്യത്തിനും സൗഖ്യത്തിനൊക്കെ എന്താണ്? നല്ലതാണത്. ലികസീരി മിനൽ അംറാദ്, ധാരാളം രോഗങ്ങൾക്ക് നല്ലതാണത്. ലാകിൻ കസീറു മിനൻ നാസി അൽ യൗം തറകു ഹാദിഹി സുന്നത്തുൽ അദീമ, പക്ഷെ ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അത് വളരെ ചെറിയൊരു കർമ്മം എന്നുള്ള നിലയിൽ ഇങ്ങനെ കാണിക്കലാണ്. അതല്ല, എന്ത് ചെയ്യേണ്ടതുണ്ട്? മൂക്കിലേക്ക് വെള്ളം കയറ്റി വലിക്കേണ്ടതുണ്ട്. വലിച്ചതിന് ശേഷം എന്ത് ചെയ്യേണ്ടതുണ്ട്? ചീറ്റുക എന്നുള്ളതാണ്. എന്നാൽ നോമ്പുകാരനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ ആധിക്യം കാണിക്കേണ്ടതില്ല. ഇദൻ ഹാദിഹി ബഅദുൽ മുഫ്തിറാത്ത് ഫി സ്വം, ഇതാണ് നോമ്പ് മുറിച്ച് കളയുന്ന ചില കാര്യങ്ങൾ. ലാകിൻ അൽ അഅദം, അതിനുശേഷം ശൈഖ് അവറുകൾ പറയാണ്, പ്രാധാന്യത്തോടെ മനസ്സിലാക്കിക്കേണ്ട കാര്യം, അന്ന ബഅദൻ നാസ് യതജന്നബു ശുർബൽ മാ, ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നു? പല ആളുകളും അവർ വെള്ളം കുടിക്കുന്നില്ല, അതിനെ ഉപേക്ഷിക്കുന്നു. ലൗ ദഫഅത് ഇലൈഹി മാഉൻ വഹുവ സായിമുൻ മാ ശരിബ്, ലൗ ദുഫിഅത് ഇലൈഹി മാഉൻ വഹുവ സായിമുൻ മാ ശരിബ്, അവനിലേക്ക് വെള്ളം എന്ത് ചെയ്തു? ഇങ്ങനെ അടിച്ചേറ്റി കൊടുത്താൽ അവൻ എന്ത് ചെയ്യൂല? കുടിക്കില്ല. വെള്ളം കുടിച്ചോളെന്ന് പറയാൻ കൊടുത്താൽ അവൻ കുടിക്കൂല. ലാകിന്ന നജിദുഹു യസുബ്ബു വയഷ്തു, പക്ഷേ ഈ ആളുകൾ നാം കാണുന്നു, അവരെന്ത് ചെയ്യുന്നു? ആളുകളെ ചീത്ത പറയുന്നു, ആക്ഷേപിക്കുന്നു. ബൽ വറുബ്ബമാ യക്ദിബ്, ചിലപ്പോൾ കളവ് പറയുന്നുണ്ട് ഇങ്ങനെ നോമ്പ് പിടിച്ച ആളുകൾ. വയഗ്താബു യനും, അവർ ഗീബത്ത് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ, ആളുകളുടെ ഇടയിൽ ഫസാദ് ഉണ്ടാക്കുന്നുണ്ട്. വയഷ്ഹദു സൂറ ബിഐനി, അതേപോലെ തന്നെ കള്ളസാക്ഷ്യങ്ങൾ പറയലുണ്ട്. വയൻദുറു ഇലൽ മുസൽസിലാത്ത്, സീരിയലുകൾ കാണുക. വഇലൽ ഔറാത്ത്, നഗ്നത കാണുക. വഇലൽ ഖുബലാത്ത്, അതേപോലെ തന്നെ ചുംബനങ്ങൾ. വകഅന്ന ശൈഅൻ ലം യകുൻ വഹാദാ വല്ലാഹി അഅ്ളമു മിനൽ മുഫ്തറാത്ത്. ഇങ്ങനെ വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ധാരാളമായിട്ട് ചെയ്യുന്നു. അള്ളാഹുവാണ് സത്യം, ഇത് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമായ കാര്യമാണ്. ഐ നഅം ഹാദിഹിൽ ഉമൂറു ലാ തുഫ്തിറു സ്വായിം, ഇത് നോമ്പുകാരന്റെ നോമ്പിനെ മുറിച്ച് കളയൂല, അത് ശരി തന്നെ. പക്ഷെ വലാകിൻ ലിനഅലം അന്ന അജ്റ الصوم على قدر ما يتربى به الانسان بالصوم لان الله ما فرض الصوم لمجرد ان نجوع او ان نضمر. അപ്പോൾ പക്ഷെ എന്താണ് ഇത്? അവൻ തിരിച്ചറിയേണ്ട കാര്യം, നോമ്പിന്റെ പ്രതിഫലം അവൻ എത്രത്തോളം നോമ്പ് കൊണ്ട് തർബിയത്ത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിലാണ്. നോമ്പ് അവൻ എത്രത്തോളം പരിശീലിപ്പിക്കുന്നുണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് കേവലം വിശപ്പ് സഹിക്കാനും ദാഹം സഹിക്കാനുമല്ല. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോ വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ
ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതിലല്ല, അത് പരിശീലിക്കാൻ വേണ്ടിയിട്ടല്ല, അതിലല്ല പരിശീലനം. പിന്നെന്തിനാണ് പരിശീലനം വേണ്ടത്? ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് പരിശീലനം. ഇദാ കാന സൗമു മാ യൂസിലുന ഇലാ ദറജത്തിൽ മുത്തഖീൻ, നോമ്പ് നമ്മളെ മുത്തഖീങ്ങളുടെ ദറജയിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ മഅനാഹു അന്നഹു ലൈസൽ മഖ്സൂദു മുജറദു ളമഇ വ മുജറദുൽ ജൂഅ്, ഇതിന്റെ നോമ്പിന്റെ ലക്ഷ്യം, അതിന്റെ മാന കേവലം എന്തല്ല, ളമഉം ദാഹവും അതേപോലെ തന്നെ വിശപ്പും സഹിക്കുക എന്നുള്ളതല്ല, അത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഐ നഅം ഖദ് യുഹസ്സിലു ഫിൽ ഇബാദത്തി അദ്ദമഉ വൽ ജൂഅ്, ഇബാദത്തില് ഒരാൾക്ക് എന്തുണ്ടാവും? അതിന് പ്രതിഫലമുണ്ട്. ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യുന്നത് മുഖേന ക്ഷീണം സഹിച്ചാൽ അതിനെന്തുണ്ട്? പ്രത്യേക പ്രതിഫലം ഉണ്ടെന്നാണ്. അവൻ ചെയ്തിരിക്കുന്ന ഇബാദത്തിന് പ്രതിഫലമുണ്ട്. അതുകൂടാതെ എന്ത് ചെയ്യും? അത് മുഖേന ഉണ്ടാകുന്ന ക്ഷീണത്തിന് വേറൊരു ഹസനത്തായിട്ട് എന്ത് ചെയ്യുന്നതാണ്? രേഖപ്പെടുത്തുന്നതാണ്. അതിന് ധാരാളം എന്തുണ്ട്? തെളിവുകളുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ അതാണ് ഇതിന്റെ ലക്ഷ്യം. ലക്ഷ്യം അതല്ല എന്നുള്ളതാണ്. ലാക്കിൻ ഈ പറയുന്ന കാര്യങ്ങൾ വെള്ളം, അതേപോലെ തന്നെ അക്കല്, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളത്, ഇത് എന്താണ്? ഹാദിഹി അൽ മുബാഹാത്തി മിൻ മിസ്ലി ഹാദിഹി അൽ മുബാഹാത്തി ശർഅൻ അൽ മാഉ വൽ അക്കൽ, വെള്ളം കുടിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതെല്ലാം എന്താണ്? ശർഇൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നോമ്പിലാണ്. നോമ്പിൽ ഒരു പ്രത്യേക സമയത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് എന്താണ്? അനുവദനീയമാണെന്ന് മാത്രമല്ല, എന്താണ്? പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഒരാൾ ഭാര്യയുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധത്തിലേർപ്പെടുന്നു. അത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിക്കുന്നത്. അതിന് പ്രതിഫലം നൽകപ്പെടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ എന്തിനെ തൊട്ടാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? ഇംസാക്ക് ചെയ്യേണ്ടത്? നിത്യവും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങൾ. കളവ് പറയുക, ആളുകളെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ ചീത്ത പറയുക, അതേപോലെ തന്നെ നിഷിദ്ധങ്ങളിലേക്ക് നോക്കുക, ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? അവൻ പിടിച്ചു നിൽക്കേണ്ടത് എന്നുള്ളതാണ്. ഷേഖ് ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഫകൈഫ ലാ യംതനിഉ മിനൽ മുഹറമാത്ത്, എങ്ങനെയാണ് ഒരാൾക്ക് ഹറാമുകളിൽ നിന്ന് അതിനെ തടയാൻ, അല്ലെങ്കിൽ അതിനെ ഇംതിനാ ചെയ്യാൻ, നിരസിക്കാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കാതിരിക്കുക? ഹാദാ മിൻ അഅജബി മാ യകൂൻ, ഇത് വളരെ അത്ഭുതകരമാണ്. എന്നിട്ട് ഷേഖ് ഒരു കാര്യം പറയാണ്. ഒരിക്കൽ ഷേഖ് അവറുകൾ ഹജ്ജിന്റെ സമയത്ത് ഫറഅയ്തു ഹാജ്ജൻ, ഞാനൊരു ഹാജിയെ കണ്ടു. വഹുവ മുഹരിമുൻ, ഇഹ്റാമിലാണ് ഉള്ളത്. യുംസികു ദുഖാൻ, അദ്ദേഹം ഇങ്ങനെ പുകവലിക്കുന്നത് പിടിച്ചു വെച്ചേക്കാണ്. പുകവലിക്കണമെന്ന് അദ്ദേഹത്തിനുണ്ട്. വയുരീദു അൻ യശ്റബ ദുഖാൻ, പുകവലിക്കണമെന്ന് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പിടിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം ക്ഷമയോടെ. വാന മുഹരിമുൻ, ഞാനും ഇഹ്റാമിലാണ്. അങ്ങനെ അദ്ദേഹം പുകവലിക്കാൻ ഉദ്ദേശിച്ച് പുകവലിക്കാൻ പോവാണ്. ആ സമയത്ത് ഫദഹബ്തു വഅഖ്റജ്തു മിനൽ ഹഖീബതി മഇ ദുഹ്നു തീബ്, അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ ബാഗിലുള്ള സുഗന്ധം ഞാൻ എടുത്തു. എന്നിട്ട് ഖുൽതു ലഹു തആൽ യാ ഹാജ് ഖല്ലിനി ഉതയ്യിബുക്, വാ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? നല്ല സുഗന്ധം തരാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, മാ യസീർ അന മുഹരിമുൻ, ഞാൻ എന്താണ്? ഞാൻ ഇഹ്റാമിലുള്ളയാളാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന മനുഷ്യൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അന്ത മുഹരിമുൻ തജ്തനിബു തീബ്, നീ ഇഹ്റാമിലാണ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നല്ല സുഗന്ധം നീ വെടിയുന്നു, അത് വേണ്ടെന്ന് പറയുന്നു. വലാ തജ്തനിബു ഹാദിഹി റായിഹത്തിൽ ഖബീസ, പക്ഷെ നീ എന്ത് ചെയ്യുന്നില്ല? ഈ വളരെ നികൃഷ്ടമായ ഈ വാസന, ഇത് നീ എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കുന്നില്ല. ഹാദാ മിൻ ബാബി ഔല, ഇതാണ് എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ നീ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. തജ്തനിബു തീബ് അത്വയ്യിബ ലിഅന്ന അല്ലാഹ അമറക അല്ലാ തുതയ്യിബ്, നീ എന്തുകൊണ്ടാണ് തീബിനെ ഉപേക്ഷിക്കുന്നത്? അള്ളാഹ് നിന്നോട് കൽപ്പിച്ചതുകൊണ്ടാണ്. മുഹരിമാണെങ്കിൽ എന്ത് പാടില്ല? സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ അത് എന്ത് ചെയ്യുന്നു? വഹുവ മുബാഹുൻ ഫി ഗൈരിൽ ഇഹ്റാം, എന്നാൽ ഇഹ്റാം അല്ലാത്തപ്പോൾ നിനക്ക് എന്താണ്? സുഗന്ധം ഉപയോഗിക്കാം, അത് നല്ല കാര്യമാണ്. ഫലിമാദാ ലാ തജ്തനിബ് ഫജസാഹുല്ലാഹു ഖൈറ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു?
ഇത് കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് അദ്ദേഹം ചെയ്തിട്ടില്ല, പുകവലിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാര്യങ്ങളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ധാരാളം ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു നൽകുന്നുണ്ട്. ഒരു കാര്യം, ഒരു തിന്മ, ഒരാൾ അതിനകത്ത് അടിമപ്പെട്ടു പോയി, എന്നിട്ട് അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ മനസ്സിലാക്കേണ്ട ധാരാളം തിന്മ ഉപേക്ഷിക്കാൻ കാരണമാക്കുന്ന ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദാഉ വദ്ദവായിൽ പഠിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖിന്റെ ധാരാളം കിതാബുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അദ്ദാഉ വദ്ദവായിൽ ഇത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇതുപോലുള്ളതായ ചില ബോധ്യങ്ങളാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, തിന്മയിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുന്നത്. ഇനി ആർക്കാണ് നോമ്പ് നിർബന്ധമാവുക? നോമ്പ് നിർബന്ധമാകുന്നത് മുസ്ലിമായ ആളുകളാണ്. അൽ ആഖിൽ, ബുദ്ധിയുള്ളവനായിരിക്കണം. അൽ ബാലിഗ്, പ്രായപൂർത്തിയാകുന്ന ആൾക്കാണ്. അൽ ഖാദിറുൽ മുഖീം, അതേപോലെ തന്നെ നാട്ടിൽ താമസിക്കുന്ന നോമ്പെടുക്കാൻ ശേഷിയുള്ള ആൾക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെന്തായിരിക്കണം, അത്വാഹിറു മിനൽ ഹൈദ് വൻ നിഫാസ്, ഹൈദ് നിഫാസുകളിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ മേലാണ് എന്ത് ചെയ്യുക, നോമ്പ് നിർബന്ധമാവുക. ഇവിടെ ഉലമാക്കൾ ഈ വിഷയത്തിൽ 3 കിസ്മുകളായിട്ട് മനുഷ്യരെ തിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ലാ യജിബു അലൈഹിം മുസ്സൗം, അവരുടെ മേൽ എന്തില്ല, നോമ്പ് നിർബന്ധമില്ല. നോമ്പ് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അവർ നോമ്പ് പിടിച്ചാൽ അവരുടെ നോമ്പ് എന്താവില്ല, സ്വഹീഹാവുകയുമില്ല. അതാണ് ഒരു വിഭാഗം. അതാരാണ്? ഒരാള് മജ്നൂനാണ്, അവന് അക്കലില്ല, ബുദ്ധിയില്ലാത്ത ആളാണ്. അല്ലെങ്കിൽ അവൻ മുസ്ലിമല്ല, കാഫിറാണ്. അല്ലെങ്കിൽ അവൻ മുഗ്മ അലൈഹിയാണ്, ബോധമില്ലാതെ ബോധമറ്റ് കിടക്കുകയാണ്, ബോധം അവന് തീരെയില്ല. ഇങ്ങനെ ഒരാൾ നല്ല വാർദ്ധക്യത്തിലെത്തി, ബോധക്ഷയം സംഭവിച്ചു, അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത ആളായി പോയി, ഇങ്ങനെ മുക്കല്ലഫല്ല. ഒരാള് വാർദ്ധക്യത്തിൽ ഓർമ്മശക്തിയും ബുദ്ധിയൊക്കെ ഉണ്ട്, എന്നിട്ട് നോമ്പെടുക്കാൻ സാധിക്കാത്ത വാർദ്ധക്യമാണെങ്കിൽ അവൻ എന്ത് ചെയ്യണ്ട, നോമ്പെടുക്കാതെ ഫിദിയ കൊടുക്കാം. എന്നാൽ ഇതല്ല, നല്ല വാർദ്ധക്യത്തിൽ വന്നിട്ട് അവന്റെ ഓർമ്മയെല്ലാം പൂർണ്ണമായി നശിച്ചുപോയി, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലൊന്നും ആകണ്ട, അല്ലാത്തൊരു കോമ സ്റ്റേജിലേക്ക് പോയി ഒരാള്, അവനും എന്തില്ല, നോമ്പ് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, നോമ്പ് എന്താവൂല, സ്വഹീഹുമാവുകയില്ല. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അമ്മൽ ഖിസ്മു സാനി ഫഹുമുൽ ലദീന യജിബു അലൈഹിം, നോമ്പ് അവരുടെ മേൽ നിർബന്ധമാണ്. വലൗ സാമു മാ സ്വഹ മിൻഹും ഹത്താ യസ്ഉൽ മാനിഅ, എന്നാൽ അവർ നോമ്പെടുത്താൽ അത് അവരിൽ നിന്ന് സ്വഹീഹാവുകയില്ല. അവർക്ക് ചില തടസ്സങ്ങളുണ്ട്, ആ തടസ്സം നീങ്ങിയാൽ എന്താവും, സ്വഹീഹാവുകയാണ്. അവരുടെ മേൽ നോമ്പ് നിർബന്ധവുമാണ്. വലാകിൻ ലാ യസ്ഹു മിൻഹും, അവരെന്താവും, അവരിൽ നിന്ന് നോമ്പ് സ്വഹീഹാവുകയില്ല. സ്വഹീഹാകണം എന്തുണ്ട്, ചില തടസ്സങ്ങളുണ്ട്, ആ തടസ്സം എന്ത് ചെയ്യണം, നീങ്ങണം. അതാരാണ്? അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദ് നിഫാസ് ഉള്ളതായ സ്ത്രീകളാണ്. അവർക്ക് നോമ്പ് എന്താണ്, നിർബന്ധമാണ്. അവർക്ക് നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ നോമ്പെടുത്താൽ നോമ്പ് സ്വഹിയാവുമോ? സ്വഹിയാവുകയില്ല. എന്നാൽ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, അത് പിടിച്ചുവിടേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞ വിഭാഗം പിടിച്ചുവിടേണ്ടതുണ്ടോ? പിടിച്ചുവിടേണ്ടതില്ല. അവർക്കത് പിടിച്ചുവിട്ടുക എന്നുള്ളതില്ല. ഒരു ഭ്രാന്തുള്ളയാളാണ്, അല്ലെങ്കിൽ കാഫിറാണ്, അവൻ ഇസ്ലാം സ്വീകരിച്ചു, പിന്നെ പഴയത് പിടിച്ചുവിടേണ്ടതുണ്ടോ? ഇല്ല. എന്നാൽ ഹൈദ് നിഫാസ് ഉള്ളതായ സ്ത്രീകൾ, അവർക്ക് ആ തടസ്സമുണ്ട് എന്നുള്ള കാരണത്താൽ അവർക്ക് നോമ്പ് നിർബന്ധമാണ്. പക്ഷെ എന്തില്ല, അപ്പൊ നോമ്പെടുത്താൽ നോമ്പ് സ്വഹിയാവുകയില്ല. പിന്നീട് അവരെന്ത് ചെയ്യണം, അത് പിടിച്ചുവിടുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം മൻ ലാ യജിബു അലൈഹി മുസ്സൗം, അവർക്ക് നോമ്പ് നിർബന്ധമില്ല, എന്നാൽ നോമ്പെടുത്താൽ നോമ്പ് എന്താവും, സ്വഹീഹാകും. അങ്ങനെയുള്ള ആളുകളാണ്. അതാരാണ്? നോമ്പ് സ്വഹീഹാകും എന്നുള്ള ഇത്തിഫാഖുമാണ്. ഉലമാക്കൾക്ക് എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അതിൽപ്പെട്ട ആളാണ് ഒരു മുമയ്യിസായ കുട്ടി, പ്രായപൂർത്തിയായിട്ടില്ല, പക്ഷെ എന്താണ്, വകതിരിവായ കുട്ടിയാണ്. വകതിരിവിന് മുമ്പ് ഇബാദത്ത് ചെയ്താൽ എന്താവില്ല, സ്വീകരിക്കൂല. പക്ഷെ വകതിരിവായ കുട്ടിയാണ്. വകതിരിവായ ഒരു കുട്ടി നോമ്പെടുത്തു, നോമ്പ് എന്താണ്, സ്വഹീഹാണ്, സ്വീകരിക്കപ്പെടുന്നതാണ്. അവരിൽ നിന്ന് എന്ത് ചെയ്യും, ഇത്തിഫാഖ് എന്ന നിലയിൽ സ്വീകരിക്കപ്പെടും. അതേപോലെ തന്നെ ഒരു യാത്രക്കാരന് നോമ്പ് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. പക്ഷെ അവൻ നോമ്പെടുത്താൽ എന്താണ്, സ്വഹീഹാകുമെന്നുള്ളതാണ് ഇജ്മാ. എന്നാൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളുണ്ട്, അത് മർജൂഹായ അഭിപ്രായമാണ്. എന്താണ്, ളാഹിരി മദ്ഹബ് എല്ലാം പ്രകാരം എന്താണ്, അവർക്ക് നോമ്പേ പറ്റൂല, സ്വീകരിക്കപ്പെടുകയില്ല. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യാം, നോമ്പ് അനുഷ്ഠിക്കാൻ വേണമെങ്കിൽ. നോമ്പെടുത്ത നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. നോമ്പെടുത്താൽ എന്താകും, അവർ നോമ്പ് സ്വീകരിക്കപ്പെടുന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പെടുത്തിട്ടുണ്ട്. സ്വഹാബികളിൽ ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്? യാത്രയിൽ നോമ്പെടുത്തിട്ടുണ്ട്. വേറെ ചിലർ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട് യാത്രയിൽ. ഹദീസുകളിൽ കാണാം, ഫമിന്ന സ്വായിമു വമിന്നൽ മുഫ്തിർ, യാത്രയിൽ ഞങ്ങളിൽ നോമ്പുകാരുണ്ടായിരുന്നു, നോമ്പ് വിട്ട ആളുകളും ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോ യാത്രക്കാരൻ നോമ്പെടുത്തു എന്നുള്ളതിനാൽ അവനെ ആക്ഷേപിക്കേണ്ടതില്ല. ഒരു യാത്രക്കാരൻ നോമ്പ് മുറിച്ചിട്ടുണ്ട്, എന്നാൽ അതിനെയും എന്ത് ചെയ്യേണ്ടതില്ല? ആക്ഷേപിക്കേണ്ടതില്ല. രണ്ടും എന്താണ്? അനുവദനീയമായ കാര്യമാണ്, നിർബന്ധമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈസ മിനൽ ബിർരി സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പ് നന്മയിൽപ്പെട്ടതല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, എല്ലാവർക്കും ഒരേപോലെ ബാധകമാകുന്ന കാര്യമല്ല. കാരണം ഒരിക്കൽ ഒരു യാത്രയുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാണ്? തണലിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്, അതിശക്തമായ ചൂടാണ്. അവന് ചോദിച്ചു, മാ ബാലു, എന്താണ് അവന് പറ്റിയത്? അപ്പൊ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു സായിമുൻ, അവൻ എന്താണ്? നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഈ അവസ്ഥയെത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി സിയാമു ഫി സഫർ, യാത്രയിൽ എന്തല്ല? നോമ്പ് പുണ്യകരമല്ല. അപ്പൊ ഇത് അവസ്ഥയാണ് എങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? അവിടെ നോമ്പെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ എന്താണ്? അപ്പോ ഒരാൾക്ക് സാധിക്കുകയില്ല എങ്കിൽ അവൻ നോമ്പ് ഉപേക്ഷിക്കലാണ് നല്ലത്. തീരെ സാധിക്കുകയില്ല, അത് കഠിനമായ പ്രയാസത്തിലേക്ക് എത്തുമെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്നാൽ അവനെ കൊണ്ട് സാധിക്കും എന്നാണ് എങ്കിൽ എന്ത് ചെയ്യാം? നോമ്പെടുക്കാവുന്നതാണ്, ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒന്നില്ല, കുഴപ്പമില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇന്നാ കുന്നാ നുസാഫിറു ഫി യൗമിൻ ശദീദിൽ ഹർ, അതിശക്തമായ ചൂടുള്ള ഒരു ദിവസത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? യാത്രയിലാണ്. വമാ മിന്നാ അഹദുൻ സായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ, ഞങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ തൽഹയും മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ സമയത്ത് നോമ്പെടുത്തിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? നോമ്പെടുത്തിട്ടുണ്ട്. നബി മാത്രമല്ല, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവും നോമ്പെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫലോ അന്ന സ്വായിമു സാമ വലാ യജിബു അലൈഹി സ്വൗമുൽ ആൻ, ഒരാൾ എന്ത് ചെയ്തു? നോമ്പെടുത്തു, അത് അവനക്ക് അപ്പ നിർബന്ധമൊന്നുമില്ല. വൽ മുഖാത്തബു ബിസ്സൗമി, അവനോട് നോമ്പിന് ഖിതാബിടപ്പെട്ടിട്ടുണ്ട്, അഭിസംബോധന ഉണ്ട് അവനക്ക് നോമ്പെടുക്കാൻ വേണമെങ്കിൽ. ലാക്കിൻ ആൻ ലാ യജിബു അലൈഹി സ്വൗം, പക്ഷെ അവന് ആ സമയത്ത് എന്തില്ല? നിർബന്ധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലാക്കിൻ ലൗ സാമ സഹ മിൻഹു സ്വൗം ഇത്തിഫാഖൻ, എന്നാൽ അവൻ നോമ്പെടുത്താൽ നോമ്പ് എന്താകും? സ്വഹീഹാകും എന്നുള്ളതിന് എന്തില്ല? അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇതേപോലെ തന്നെയാണ് ഒരു രോഗി. ആ രോഗിക്ക് നോമ്പെടുക്കേണ്ടതുണ്ടോ? നിർബന്ധമല്ല. രോഗിയാണ് എങ്കിൽ അവന് നോമ്പ് എന്ത് ഉപേക്ഷിക്കാം. ലാ യജിബു അലൈഹി സ്വൗമു ഫി ഹാലിൽ മറദ്, രോഗത്തിന്റെ സന്ദർഭത്തിൽ നോമ്പ് അവന്റെ മേൽ നിർബന്ധമില്ല. ഇന്നമാ യഖ്ദി ഇൻ കാന യുർജാ ബുർഉ, രോഗം രണ്ട് രീതിയിലുണ്ട്. ആ രോഗം ഷിഫ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രോഗമാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അതിനെ പിടിച്ചു വിട്ടേണ്ടതുണ്ട് മാറിയതിന് ശേഷം. അല്ലെങ്കിൽ ഔ യുത്ഇമു മകാന കുല്ല യൗമിൻ മിസ്കീൻ ഇൻ കാന ലാ യുർജാ ബുർഉ, എന്താണ്? ഈ രോഗം അത് ഭേദമാകുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത രോഗമാണ്, ഏതെങ്കിലും കഠിനമായ മാരകമായ രോഗമാണ്, വലിയ പ്രയാസത്തിലാണ്. അതല്ലെങ്കിൽ നല്ല വാർദ്ധക്യത്തിലാണ്, ബോധമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതില്ല? നോമ്പെടുക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്യാം? ഭക്ഷണം കൊടുത്താൽ മതി. ഭക്ഷണം കൊടുത്താലും മതിയാകുന്നതാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കണം, ചിലപ്പോൾ ചില വാർദ്ധക്യത്തിലുള്ള ആളുകളുണ്ടാവും, അവർക്ക് എന്തിട്ടുണ്ടാവും? ബോധം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തില്ല? അവർക്ക് അവിടെ നോമ്പെടുക്കേണ്ടതില്ല, ഭക്ഷണം കൊടുക്കലും അവരുടെ മേലെന്താവില്ല? നിർബന്ധമില്ല. അപ്പോൾ രോഗിക്ക് എടുക്കേണ്ടതില്ല. എന്നാൽ ലാക്കിൻ ലൗ സ്വാമൽ മരീദ്, ഒരു രോഗി എന്ത് ചെയ്തു? നോമ്പെടുത്തു. വതഹമ്മല അലാ നഫ്സി, അവന്റെ പ്രയാസമെല്ലാം അവൻ എന്ത് ചെയ്തു? സഹിച്ചു. എന്നാൽ ബിൽ ഇജ്മാഇ യസിഹു സൗമു, അവന്റെ നോമ്പ് സ്വഹീഹാകും എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായമുണ്ട്. വലോ വജദ മശഖത്തൻ ഫീ ദാലിക്, അതിൽ അവൻ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാലും ശരി. വലിദാലിക ഖാല സുബ്ഹാനഹു, അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിൽ കാണാം, നോമ്പുമായി ബന്ധപ്പെട്ട ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ജനങ്ങൾക്ക് സന്മാർഗമായി കൊണ്ട്, സന്മാർഗത്തിന്റെ വിശദാംശങ്ങളുമായി കൊണ്ട്, വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചകവുമായി കൊണ്ട് ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആ മാസത്തിൽ നിങ്ങളിൽ ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ അവൻ എന്ത് ചെയ്യട്ടെ? നോമ്പെടുക്കട്ടെ. വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ, ഒരാള് രോഗിയാണ് അല്ലെങ്കിൽ എന്താണ്? യാത്രക്കാരനാണ് എങ്കിൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, എന്ത് ചെയ്താൽ മതി? വേറെ ദിവസങ്ങളിൽ ആ എണ്ണം അവൻ എന്ത് ചെയ്താൽ മതി? പിടിച്ചു വീടിയാൽ മതി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്.
അതേപോലെ തന്നെയാണ് നല്ല വാർദ്ധക്യത്തിലുള്ളതായ ആളുകൾ. രോഗം പോലെ തന്നെയാണെന്ത്, വാർദ്ധക്യത്തിൽ പ്രയാസമാണ് നോമ്പെടുക്കാൻ, അങ്ങനെയുള്ള ആളുകളും എന്താണ്, അവർക്കും ഈ പ്രകാരം എന്താ നോമ്പ് ഉപേക്ഷിക്കാം. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്താൽ മതി, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മതിയാകുന്നതാണ്. എന്നാൽ അവര് പ്രയാസം അനുഭവിച്ച് നോമ്പെടുത്താലോ, നോമ്പ് സഹീഹാകുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്? നോമ്പെടുക്കേണ്ടത് ഹൽ യസൂമു ബിനാഅൻ അല താരീഖിൽ മീലാദി. നമ്മുടെ സമയം 3 മിനിറ്റാ. അപ്പോ നോമ്പെടുക്കേണ്ടത് നമുക്കറിയാം എപ്പോഴാണ്, ഹിജ്റ മാസം അനുസരിച്ചിട്ടാണ് നോമ്പെടുക്കേണ്ടത്. അതിനെ അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്താണ്, ഹിലാല് കാണുന്നതുമായി ബന്ധപ്പെട്ടാണ്. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. ഹിലാലിനെ കാണുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്തോ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോമ്പ് എടുത്തോ. അതേപോലെ തന്നെ മുറിക്കുന്നതും റമദാനിന്റെ അവസാനവും നിലാവ് കാണുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഷഅബാൻ 30 ദിവസം പൂർത്തിയാക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരാള് റമദാനിൽ ഹിലാല് കണ്ടു, ഒരാള് എന്നിട്ട് ഖാദിയുടെ അടുക്കൽ പോയി. ഖാദിയുടെ അടുക്കൽ പറഞ്ഞു ഹിലാല് കണ്ടിട്ടുണ്ട്. അത് 1, 2, 3 ആളുകളാകട്ടെ, ഖാദി അവരെ സ്വീകരിച്ചില്ല. എന്നാൽ എന്താണ്, അവർക്ക് മാത്രം നോമ്പെടുക്കൽ നിർബന്ധമാണോ? ഷെയ്ഖ് പറയുന്നില്ല, ലാ യജിബു അലൈഹിമു സ്വൗം ലിവഹദിഹിം, അവർ മാത്രമായിട്ട് നോമ്പെടുക്കൽ നിർബന്ധമില്ല. അല സ്വഹീഹി മിൻ അഖ്വാലി അഹ്ലി ഇൽം. ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പൗരാണികരായ ഉലമാക്കൾക്കും ആധുനികരായ ഉലമാക്കൾക്കുന്നുണ്ട്. ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എടുക്കാമെന്നും എടുക്കേണ്ടതില്ല എന്നും. ഷെയ്ഖ് അവറുകൾ പറയുന്നത് എന്താണ്, സ്വഹീഹായ അഭിപ്രായം എടുക്കേണ്ടതില്ല, നിർബന്ധമില്ല എന്നുള്ളതാണ്. ലിഅന്ന സൗമ യൗമ യസൂമുൽ മുസ്ലിമൂൻ, കാരണം നോമ്പ് മുസ്ലിമീങ്ങൾ എല്ലാവരും നോമ്പെടുക്കുന്ന ദിവസത്തിലായിരിക്കണം. വൽ ഫിത്റു യൗമ യുഫ്തിറുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ എപ്പോഴും എല്ലാവരും നോമ്പ് എപ്പോഴാണ് മുറിക്കുന്നത്, അതിന് കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, നോമ്പ് മുറിക്കുകയും ചെയ്യേണ്ടത്. ഫൽ അംറു ജമാഇയ്യുൻ, ഒരുമിച്ചമാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ എല്ലായിടത്തും ബാധകമാണ് എന്ന് പറയുന്ന ഉലമാക്കളുണ്ട്. പൗരാണികരായവരുണ്ട്, ആധുനികരായവരുണ്ട്. പക്ഷെ അവരെല്ലാം പറയുന്നത് എന്താണ്, ഒരു നാട്ടിൽ എന്താണ് ഇത്. ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. ഷെയ്ഖ് വളരെ വിശാലമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. ചോദിക്കുന്നത് തന്നെ എങ്ങനെയാണ്, മുസ്ലിമീങ്ങളുടെ ഐക്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മക്കയിൽ കാണുന്ന നിലാവിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ നാടുകളിലും അത് അനുഷ്ഠിച്ചുകൂടെ? അപ്പോൾ അവരുടെ കെട്ടുറപ്പും ഐക്യവും എല്ലാം നിലനിർത്താമല്ലോ. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞ മുസ്തഹീലാണ്, അസാധ്യമായ കാര്യമാണ്. ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ നോമ്പെടുത്തു, പെരുന്നാളെടുത്തു, അവർക്ക് ഐക്യം ഉണ്ടാവും? ഐക്യം സാധ്യമല്ല. ഐക്യം സാധ്യമാണെങ്കിൽ എന്താ വേണ്ടത്, തൗഹീദിനും സുന്നത്തിനും യോജിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്തുണ്ടാവില്ല, ഐക്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു നാട്ടിൽ എന്താണ് മുസ്ലിമീങ്ങളുടെ നിലപാട്, അത് സ്വീകരിക്കണമെന്ന് ഈ ആഗോളതലത്തിൽ നോമ്പും പെരുന്നാളും നടത്തണം എന്ന് പറയുന്ന, അത് നല്ലതാണെന്ന് പറയുന്ന ഉലമാക്കൾ വരെയും ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് നോമ്പെടുക്കുന്നത്, പെരുന്നാൾ ആഘോഷിക്കുന്നത്, അങ്ങനെ ചെയ്യണം എന്നാണ് ചെയ്യുന്നത് ഉലമാക്കൾ ആ വിഷയത്തിൽ നൽകുന്നതായ മറുപടി. നോമ്പിന് ധാരാളം ആദാബുകളുണ്ട്. എത്ര മണിക്കാ? 8 മണിക്കാണോ? 8:05. 2 മിനിറ്റ് കൂടെ നമുക്ക് എടുക്കാം അല്ലേ? അപ്പോ അതിൽ പെട്ടതാണ് നോമ്പിന്റെ നെയ്യത്ത്. പ്രധാനപ്പെട്ടതാണ്. അതിന് ഒന്നാമത്തെ രാത്രി തന്നെ മുഴുവൻ എല്ലാ റമദാനിലെ ദിവസങ്ങളിൽ ഞാൻ നോമ്പെടുക്കുമെന്ന് നെയ്യത്ത് ചെയ്യാം, അനുവദനീയമാണ്. അതിനുശേഷം പിന്നീട് എവിടെയെങ്കിലും നോമ്പൊന്ന് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, വീണ്ടും നെയ്യത്തെടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എല്ലാ ദിവസത്തേക്കും ആദ്യത്തെ നെയ്യത്ത് മതിയാകും എന്നുള്ളതാണ് ഒരു പ്രബലമായ അഭിപ്രായം ഉലമാക്കൾക്ക്. അതല്ല ഓരോ നോമ്പിലും എല്ലാ ദിവസവും നോമ്പ് നെയ്യത്ത് രാത്രി വെക്കാൻ സാധിക്കുമോ എങ്കിൽ അതെന്താണ്, നല്ലതാണ്. ഫർദ് നോമ്പുകളുടെ കാര്യം അതാണ്. സുന്നത്ത് നോമ്പാണ് എങ്കിൽ ഒരാൾ പ്രഭാതത്തിലായി, പകലിലായി, പക്ഷെ ആ പ്രഭാതത്തിൽ അവൻ എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ പകലിലും എന്ത് ചെയ്യാം, നെയ്യത്ത് എടുക്കുക എന്നുള്ളത് മതിയാകുന്നതാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് അവറുകൾ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം. ധാരാളം ആളുകൾ ഇന്ന് നടത്തുന്ന ഒരു പണിയാണ്, നോമ്പ് കാലത്ത് ചെയ്യുന്നു. മാ ഹുവ ആദാബു അൽ ഫിത്ർ, നോമ്പ് മുറിക്കുന്നതിന്റെ ആദാബ് എന്താണ്?
മാ യുഖത്തിതുഹു ലനാ അഹ്ലു തിജാറാത്തിൽ യൗം വല ഷയാത്തീൻ. കച്ചവടക്കാരാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്? ആളുകളുടെ നോമ്പുതുറയുടെ ഷെഡ്യൂളുകൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഷൈത്താന്മാർ, ജിന്ന് ഷൈത്താന്മാരെ കിട്ടിയിട്ടുണ്ട് നോമ്പിൽ. അള്ളാഹുവിന് വലിയ ഫളലാണ്. പക്ഷെ മനുഷ്യ പിശാചുക്കളുണ്ട്. ഒരു മനുഷ്യന്റെ നോമ്പിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്തുലാക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നോമ്പ് ശരിക്കും എന്താണ്? വിശപ്പും ദാഹവും സഹിച്ച് അവന്റെ ശരീരത്തെ നല്ല രീതിയിൽ തർബീത്ത് ചെയ്യാനുള്ളതാണ്. പക്ഷെ അത് വളരെ ഗൗരവത്തിൽ ശേഖ് പറയുന്ന ഒരു കാര്യമാണെന്ത്? ആളുകൾ അതിനൊരു ഭക്ഷണത്തിന്റെ മാമാങ്കമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ശക്തമായി ശേഖ് അവർ പറയുന്നുണ്ട്. ഞാൻ ഭയപ്പെടുന്നുണ്ട്, ആളുകൾ ഞാൻ മുതശദ്ദിദാണെന്ന് പറയുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്, എങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശേഖ് പറയണത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തല്ല, ശരീരയിൽപ്പെട്ടതല്ല. നോമ്പുതുറ എന്ന് പറഞ്ഞിട്ട് ധാരാളം വിഭവങ്ങൾ വയ്ക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദ അഹദുകും അൻ യുഫ്തിർ ഫൽയുഫ്തിർ അലാ റുതുബാത്തിൻ. റുതുബാത്ത് എന്ന് പറഞ്ഞാൽ ചില ഈത്തപ്പഴം എന്താണ്, അത് ഒരു എന്താണ് കില്ലത്തിനെ അറിയിക്കലുണ്ട് അതിനകത്ത്. ഈത്തപ്പഴം എന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും ഈത്തപ്പഴം എന്നാണ് പറഞ്ഞത്. അതാണ് റുതുബാത്ത് നമ്മുടെ നെക്കിലേക്ക് പറഞ്ഞതിനർത്ഥം. അതേപോലെ തന്നെ ഇനി അതവനക്കില്ലേ എങ്കിൽ ഫഅല തമറാത്തിൻ, എന്തെങ്കിലും കാരക്കകൾ എന്നല്ല പറഞ്ഞത്, പിന്നെ എന്തെങ്കിലും കാരക്കകൾ, കുറച്ച് എന്നുള്ള അർത്ഥത്തിനാണ് അത് പറയുന്നത്. അതേപോലെ തന്നെ അതുമില്ലേ എങ്കിൽ അവൻ ഫഅല ഹസവാതി മിൻ മാ, കുറച്ച് കോരൽ വെള്ളം എന്താ പറഞ്ഞത്. അപ്പൊ കുറച്ച് എന്നുള്ള അർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഇത് ബോധപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത് ഭക്ഷണം എന്ത് ചെയ്യാൻ, വ്യത്യസ്ത ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാനുള്ളതായ ദിവസങ്ങളല്ല. അത് നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് ശേഖ് അവർ പറയുന്നുണ്ട്. മനുഷ്യ പിശാചുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിഷയത്തിൽ ഇറങ്ങി ധാരാളം തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ. ഇൻഷാ അല്ലാഹ് അത്രയാണ് ഇതിനകത്ത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആദാബ് പറയുന്നത് പ്രാർത്ഥിക്കലാണ്. നിരന്തരം എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട്. നോമ്പ് ഉള്ള ഏത് സമയത്തും അതിനുശേഷവുമൊക്കെ എന്തുണ്ട്? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മര്യാദ. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ തന്നെ തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.